എല്ലാവർക്കും നമസ്കാരം. സിറിയയിൽ അസദ് സർക്കാർ വീണിരിക്കുന്നു. പ്രസിഡന്റായിരുന്ന അസദ് റഷ്യയിലേക്ക് കടന്നു കളഞ്ഞു. വിമത സംഘടനകൾ, സായുധ സംഘടനകൾ സിറിയയുടെ അധികാരം പിടിച്ചടക്കിയിരിക്കുന്നു. ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി നടന്നു. സിറിയയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പീഠഭൂമിയായ ഗോലൻ കുന്നുകൾ കൂടി ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്നു. ഇതിനൊരു പ്രത്യേക ചരിത്രമുണ്ട്. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ ഇതിന്റെ 2 ഭാഗങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 1981 വരെ ഇത് തുടരുകയും ഇസ്രായേൽ തങ്ങളുടെ ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതായത് ഇസ്രായേലിന്റെ ഈ അധിനിവേശത്തെ അവർ അംഗീകരിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ അവിടെ കുറച്ച് പ്രദേശങ്ങൾ ബാക്കി ഉണ്ടായിരുന്നത് ബഫർ സോണുകളായാണ് ഉണ്ടായിരുന്നത്. ആ ബഫർ സോണുകൾ കൂടി ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഗോലൻ കുന്നുകളിൽ കാണിക്കുന്ന ഈ അധിനിവേശത്തെ അഹങ്കാരമായാണ് ലോകരാഷ്ട്രങ്ങൾ ചിത്രീകരിക്കുന്നത്. അവർ ഇതിനോടകം തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. എന്താണ് ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിലെ അഹങ്കാരം, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുകൂടിയുള്ള വിശദമായ ഒരു പഠനമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം കൂടിയാണ് ഇസ്രായേൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ പിടിച്ചടക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഗോലാൻ കുന്നുകളുടെ ഈ അധിനിവേശ ഭാഗത്തു നിന്നും ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ശത്രുതാപരമായ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇങ്ങനൊരു അതിക്രമത്തിന് സത്യത്തിൽ എടുത്തു ചാടുന്നത്. ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി. ഇവിടുത്തെ 5 സിറിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നും IDFന്റെ നിർദ്ദേശമുണ്ട്. ബഫർ സോണിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഖീനൈത്ര പ്രവിശ്യയിൽ നിന്നും സിറിയൻ സൈന്യം പിന്മാറിയതായും ഇവിടെ എല്ലാ പ്രദേശങ്ങളിലും ഇസ്രായേൽ ആധിപത്യം ഉറപ്പിച്ചതായും BBC അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡമാസ്കസിന് തെക്ക് പടിഞ്ഞാറ് വശത്തായി 60 കിലോമീറ്റർ അകലെയുള്ളൊരു പീഠഭൂമിയാണ് ഗോലാൻ കുന്നുകൾ. 1967 6 ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ ഈ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. 1981 ഏകപക്ഷീയമായി അത് തങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈ നീക്കം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. സിറിയയിൽ ഉയർന്നു വരുന്ന പുതിയ ശക്തികളുമായി അയൽപ്പക്ക ബന്ധവും സമാധാനപരമായ ബന്ധവും സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തെയും ഇസ്രായേലിലെ അതിർത്തിയും സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരം ഒരു നീക്കത്തിന് മുതിർന്നത്. അല്ലെങ്കിൽ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയും അതിർത്തിയുടെ സംരക്ഷണവും ആളുകളുടെ സംരക്ഷണവും. അവരെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ 1 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എതിരായ അതിക്രമങ്ങൾ, അവർക്ക് നേരെ തിരിച്ചു വരുന്ന പ്രശ്നങ്ങൾ, അതിനൊപ്പം തന്നെ സിറിയയിലെ ഭരണമാറ്റം അവരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധ അവർക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. ഇനിയും ഒരു അതിർത്തിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിൽ വന്ന ജുലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യം, അവരൊന്നല്ല 2 or 3 ഗ്രൂപ്പുകളാണ് സിറിയയെ അതിക്രമിച്ച് കടന്ന് അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ അതിഭീകരമായ ഇസ്ലാമിക തീവ്രവാദം നടത്തുന്ന സംഘടനകളാണ്. ഇവരെല്ലാം സംബന്ധിച്ചുള്ള ഒരു പ്രധാന കാര്യം ഇവരെല്ലാം തന്നെ ജൂതവിരുദ്ധത പറയുന്ന ആളുകളാണ് എന്നുകൂടിയാണ്. സ്വാഭാവികമായും സിറിയയിൽ അങ്ങനെ ഒരു ശക്തി രൂപീകരിക്കപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു പ്രതിരോധം തീർക്കേണ്ടുന്നത് ഇപ്പോഴേ അത്യാവശ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട് താനും. IDF ഇതിനകം തന്നെ ഈ അധിനിവേശ ഗോലാനെ പിടിച്ചു നിർത്താനായി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ട 1-2 കാര്യങ്ങൾ. ഒന്ന് സിറിയൻ രാസായുധങ്ങളാണ്. സിറിയയിൽ ഇസ്രായേൽ തിങ്കളാഴ്ച 250-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മുൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ. രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇസ്രായേലിനെ സംബന്ധിച്ച് ആയുധ ശേഖരങ്ങൾ ഒരു പുതിയ ഭീകരവാദ സംഘടനയ്ക്ക് കിട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി അവർ ശ്രദ്ധിക്കുന്ന കാര്യം. 2014-നും 2018-നും ഇടയിൽ കുറഞ്ഞത് 106 തവണയെങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ സായുധശേഷി ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഈ രാസായുധങ്ങൾ കൂടി തങ്ങൾക്ക് പ്രതികൂലമാകാൻ സാധ്യതയുള്ള ഒരു സിറിയൻ ഭരണകൂടത്തിന്റെ കയ്യിൽ ഉണ്ടാവുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രത്തിന് ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ കടന്നാക്രമിക്കാൻ ഒരുങ്ങുന്നത്. സോവിയറ്റ് യൂണിയനും പിന്നീട് ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള വിദേശ വിദഗ്ധരുടെയും രാജ്യങ്ങളുടെയും സഹായത്തോടെ 1970-കളിൽ സിറിയ രാസായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ആണവായുധങ്ങൾ കൈവശമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന നിലയിലാണ് സത്യത്തിൽ സിറിയ ഇത് ആവിഷ്കരിക്കുന്നത്. മസ്റ്റാർഡ് ഗ്യാസ് പോലെയുള്ള അതിഭീകരമായ കെമിക്കലുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയയുടെ പല പ്രവിശ്യയിലും ഇത് ഉപയോഗിച്ചിട്ടുമുണ്ട്.
സിറിയയുടെ ആഭ്യന്തര യുദ്ധകാലത്ത് വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെ സാധാരണക്കാരെയും ഒക്കെ ലക്ഷ്യമിട്ട് രാസായുധങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഡമാസ്കസിന്റെ പ്രാന്തപ്രദേശമായ ഗൗട്ടയിൽ 2013, 2017 ഖാൻ ഷെയ്ഖൂൻ ആക്രമണം തുടങ്ങിയവയ്ക്ക് ഇതിലെ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. 100-ലധികം വരും കണക്കുകൾ എടുത്താൽ. ഈ ഗൗട്ട ആക്രമണത്തെയൊക്കെ തുടർന്ന് പ്രത്യേകിച്ച് US-ൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് സിറിയ നിരായുധീകരണം നടത്തി എന്നും പറയപ്പെടുന്നുണ്ട്. ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ രാസായുധ സംഭരണികൾ നശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവയൊക്കെ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപിച്ച രാസായുധ സംഭരണികൾ മാത്രമാണ്. എന്നാൽ അപ്രഖ്യാപിത സംഭരണികൾ ധാരാളമുണ്ട് എന്നതാണ് പ്രശ്നം. സിറിയ നിരായുധീകരണ അവകാശവാദങ്ങൾ നടത്തിയിട്ടും രാസായുധ പ്രയോഗം, പ്രത്യേകിച്ച് ക്ലോറിൻ ബോംബുകൾ ആവർത്തിച്ച് ഉപയോഗപ്പെട്ടതായും ധാരാളം റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പതനത്തിന് പിന്നാലെ സിറിയൻ സർക്കാരിന്റെ കൈവശമുണ്ടായിരുന്ന രാസായുധങ്ങൾ ഐസിസ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള ഭീകര ഗ്രൂപ്പുകളുടെ കയ്യിലെത്തുമോ എന്ന ഭീതി ലോകരാജ്യങ്ങൾക്ക് എന്തായാലും ഉണ്ട്. ഇത് സംഭവിക്കാതിരിക്കാൻ ഇസ്രായേലും US-ഉം സിറിയൻ രാസായുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് സുരക്ഷ വളരെ പ്രധാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മിഡിൽ ഈസ്റ്റിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ. നമുക്കറിയാം, ഇസ്രായേൽ പിറന്നു വീണ കാലഘട്ടം മുതൽ പ്രതിരോധങ്ങൾ കൊണ്ട് മാത്രം അതിജീവിക്കുന്ന ഒരു ജനതയാണ്. ജനിച്ചു പോയത് ജൂതന്മാരായതുകൊണ്ട് മാത്രം മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ആട്ടും തുപ്പും അതിനൊപ്പം തന്നെ അതിഭീകരമായ കടന്നാക്രമണവും നേരിടുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാകൂ എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് ഇസ്രായേൽ ഇങ്ങനെയുള്ള കടന്നാക്രമണങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും എന്താണ് സിറിയയുടെ ഭാവി? സിറിയയുടെ ഭാവി എന്തായാലും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗുണപ്രദമല്ല. ഇസ്രായേലിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പ്രതിസന്ധികൾ ഉള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കില്ലാത്തൊരവസ്ഥയിലാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിലെ അഹങ്കാരങ്ങളും അധിനിവേശങ്ങളും ഒക്കെ നടത്തുന്നത്. എന്തായാലും സിറിയയുടെ ഭാവി കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.